Sapphire, the dream team in entrance coaching. നമസ്കാരം, ഞാൻ അജിത് കുമാർ, സഫയർ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ, തിരുവനന്തപുരം. നമ്മൾ കാത്തിരുന്ന നീറ്റ് 2024 ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടല്ലേ. ഫെബ്രുവരി 9 മുതൽ മാർച്ച് 9 വരെ സമയമുണ്ട്. അത്രയുമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നമ്മൾ ലോഗിൻ ആകേണ്ടത് neet.ntaonline.in ഈ ഒരു സൈറ്റിലേക്കാണ്. നേരത്തെ ഉള്ള ഒരു സൈറ്റിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് neet.ntaonline.in ആ ഒരു സൈറ്റിൽ ലോഗിൻ ആയതിനു ശേഷം നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ ഫോമിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ എല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷനാണ് നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് കിട്ടുന്ന ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, നമ്മുടെ പ്രോസ്പെക്ടസ് ടോട്ടലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യണം. PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഈ PDF ഫയൽ ഡൗൺലോഡ് ചെയ്തു എന്നും അത് കൃത്യമായിട്ട് വായിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുമുള്ള ഒരു ബോക്സ് കൂടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് എൻ്റർ ആകാം. ഇവിടെയാണ് നമ്മളിവിടെ നമ്മുടെ ലോഗിൻ ആവശ്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് ഐഡൻറ്റിഫിക്കേഷൻ വെച്ചാണ് വരുന്നത്? ആധാർ കാർഡാണോ അതോ ഇനി പാസ്പോർട്ട് നമ്പറാണോ? ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കുക. OTP, ആധാർ കാർഡിൽ നിന്ന് OTP ജനറേറ്റ് ആയിട്ട് വരും. ആ OTP വെച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ഇൻഫർമേഷൻ, ഈ പരീക്ഷയുമായിട്ട് സംബന്ധിച്ച ഡേറ്റ് നമുക്കറിയാം. നേരത്തെ ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ മെയ് 5 തന്നെയാണ്. 3 മണിക്കൂർ 20 മിനിറ്റ്, അതായത് 200 മിനിറ്റ് പരീക്ഷയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:20 വരെ തന്നെയാണ് പരീക്ഷ. മുൻകാലങ്ങളിൽ നടത്തി വന്ന അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഫെബ്രുവരി 9 തുടങ്ങി മാർച്ച് 9 വൈകുന്നേരം 5 മണി വരെ നമുക്ക് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടുന്നുള്ള സമയമുണ്ട്. ഫീസ് അടയ്ക്കാൻ അല്പം കൂടെ സമയം അനുവദിച്ചിട്ടുണ്ട്. മാർച്ച് 9 രാത്രി 11:50 മുന്നേ ഫീസ് അടച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കുക. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിട്ട് വേണം പോകാൻ. അതുപോലെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം ഫീസിൽ നമുക്ക് കാണാം. ജനറൽ കാറ്റഗറി, NRI കോട്ടയെല്ലാം തന്നെ 1700 രൂപ ഫീസ് കൊടുക്കേണ്ടി വരുമ്പോൾ EWS, OBC, നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ പെടുന്നവർക്ക് 1600 രൂപ ഫീസാണ്. അപ്പോൾ അത് ഗൂഗിൾ പേ ആയിട്ടോ അതായത് ഓൺലൈനായിട്ട് നമുക്ക് ഏതൊരു മെത്തേഡോ, അവിടെ അലോ ചെയ്തിരിക്കുന്ന ഏതൊരു മെത്തേഡോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതിൻ്റെ സൈറ്റിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും അവർ പറയുന്ന ഫോർമാറ്റിൽ സെറ്റ് ചെയ്ത് വച്ചിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് തയ്യാറാക്കി വെക്കേണ്ടത്? ആദ്യമായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫാണ്. നമ്മുടെ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോഗ്രാഫ് ഒരു 8-10 എണ്ണമെങ്കിലും നമുക്കത് ഉറപ്പായിട്ടും ആവശ്യമായിട്ട് വരും. ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ സ്കാൻ ചെയ്തെടുക്കാനുണ്ട്. ഒരു 200 KB ആവറേജ് 200 KB സൈസിലേക്ക് അത് റെഡ്യൂസ് ചെയ്ത് സൈസാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രം പോരാ, നമുക്ക് പോസ്റ്റ് കാർഡ് സൈസിൽ 4:6 സൈസാണ്. അത് സ്റ്റുഡിയോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അവരിത് നമ്മൾ കൊണ്ടുവരുന്ന പെൻഡ്രൈവിലേക്ക് ഈ പറയുന്ന ഫോർമാറ്റിൽ തന്നെ നമുക്ക് സൈസ് കൂടെ റെഡ്യൂസ് ചെയ്തും നമുക്ക് പെൻഡ്രൈവിൽ അവർ തന്നുവിടും. അവിടെയും ഒരു 200 KB സൈസ് റേഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ക്ലാരിറ്റി, അതായത് ഫോട്ടോ വ്യക്തമായിട്ട് നമ്മുടെ പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന ഡേറ്റും ഫോട്ടോയുടെ തൊട്ട് താഴെ അതിന് ആവശ്യമായിട്ട് വരും.
ഒരു 80% ഫോട്ടോയിൽ 80% നമ്മുടെ മുഖം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. അത് സ്റ്റുഡിയോക്കാർ കൃത്യമായിട്ട് ഈ നീറ്റിന് ആപ്ലിക്കേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവത്തേ ഉള്ളൂ. അവർക്ക് അറിയാമായിരിക്കും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫോർമാറ്റിൽ അവർ ഉറപ്പായിട്ടും ചെയ്തു തരും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറുകൾ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഫോട്ടോ തന്നെ ആയിരിക്കണം നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഫോട്ടോ എല്ലാം തന്നെ നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കേണ്ടതുകൊണ്ട് ഇതൊരു അഡ്മിഷൻ സമയത്ത് ഇതേ ഫോട്ടോഗ്രാഫുകൾ തന്നെയാണ് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ തമ്പ് ഇംപ്രഷനാണ്. 10 വിരലിൻ്റെയും ഇംപ്രഷൻ ഒരുമിച്ച് എല്ലാ വിരലും കൂടെ ചേർത്ത് ഒരുമിച്ചൊരു പേപ്പറിൽ എടുത്തിട്ടാണ് ആ തമ്പ് ഇംപ്രഷൻസ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതും ഈ പറയുന്ന പോലെ 200 KB താഴെ സൈസുള്ള JPG ഫയലായിട്ടാണ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. അത് വളരെ ചെറിയൊരു സൈസിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, JPG ഫോർമാറ്റായിട്ട് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പലരും നമ്മുടെ പേര് തന്നെ എഴുതിയാണ് സൈൻ ചെയ്യുന്നത്. പക്ഷേ അണ്ടർലൈൻ ചെയ്യുന്നത് അതിന് കുറുകെ വരയ്ക്കുന്ന ഒരു ഫോർമാറ്റൊക്കെ ചിലർ ഉപയോഗിച്ച് കാണാറുണ്ട്. മുൻകാലങ്ങളിൽ നിന്നുള്ള ഒരു അനുഭവം ഇതാണ്. ആ പേരിന് കുറുകെയാണ് ക്രോസ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ സൈൻ ചെയ്യുന്നതെങ്കിൽ അത്തരം സൈനുകൾ റിജക്റ്റായി കണ്ടിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മളോട് ആവശ്യപ്പെടുന്ന സിറ്റുവേഷൻസ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ആ സൈനിൻ്റെ താഴെ തന്നെ വരയ്ക്കുക, അല്ലെങ്കിൽ മുകളിലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ പേരിന് കുറുകെ വരയ്ക്കുന്ന രീതി നമ്മളൊന്ന് മാറ്റേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം കോപ്പിയാണ്. നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളവിടെ താലൂക്ക് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതാണ്. താലൂക്ക് ഓഫീസിൽ നിന്നാണ് നീറ്റിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അത് മാത്രമേ വാലിഡ് ആകത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഒരു ഫോർവേഡിങ് താലൂക്ക് ഓഫീസിലേക്ക് ഉണ്ടാവും. താലൂക്ക് ഓഫീസിൽ നിന്ന് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യാൻ. അത് ഏത് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, OBC, SC ST, EWSൻ്റെ PWDയുടെ കാറ്റഗറി, ഇതെല്ലാം തന്നെ നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് വേണം കളക്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് ഉറപ്പായിട്ടും വേണ്ടത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി. അതുപോലെ 11ാം ക്ലാസ്, 12ാം ക്ലാസ് ഇപ്പോൾ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് അവൈറ്റിംഗ് ആണ്. ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ 0-1 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് ആദ്യം കയറിയിട്ടുള്ളത്. പക്ഷേ റിപ്പീറ്റേഴ്സിനാണെങ്കിൽ 12ൻ്റെ മാർക്ക് ഷീറ്റ് ഉൾപ്പെടെയുണ്ട്. അവർ 0-2 എന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളതെല്ലാം സർട്ടിഫിക്കറ്റുകൾ PDF ഫോർമാറ്റായിട്ട് വേണം നമ്മളവിടെ എടുക്കാൻ. അതിനെ ഒരു 300 KB സൈസിലേക്ക്, അതിന് താഴേക്ക് 300 KBക്ക് താഴെയുള്ള സൈസിലായിരിക്കണം എല്ലാ PDF ഫോർമാറ്റുകളും. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, 11, 12, 11ാം ക്ലാസ് CBSE സ്റ്റുഡൻസ് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള രീതിയിൽ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ എന്നും കൂടെ ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അപ്പോൾ CBSE കുട്ടികൾക്ക് അത് നോട്ട് ആപ്ലിക്കബിൾ വെച്ച് മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് അവിടെ വേണ്ടത് 2 ഫോൺ നമ്പേഴ്സും 2 ഇമെയിൽ ID-യും നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. അതിൽ വരുന്ന OTPകൾ വെരിഫൈ ചെയ്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ 2 ഇമെയിൽ ID നമുക്ക് ഉറപ്പായിട്ടും വേണ്ടി വരും. 2 മൊബൈൽ നമ്പറും ആവശ്യമായിട്ട് വരും. ആ 2 മൊബൈൽ നമ്പറും അടുത്ത് തന്നെ ഉണ്ട് എങ്കിൽ വളരെ എളുപ്പമായി. കാരണം അതിൽ വരുന്ന OTP വെച്ച് വേണം നമുക്ക് ഓരോ ചില സ്റ്റെപ്പുകളിൽ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വച്ച് വേണം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ. അതിൽ ഏതൊരു സമയത്തായിരുന്നാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതുമായിട്ട് നേരിടുന്നുണ്ട് എങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. 9072553020. Once again 9072553020. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നിങ്ങൾക്ക് സഫയറിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകുന്നതുമായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം എത്രയും പെട്ടെന്ന് സജ്ജമാക്കി വെച്ച് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നീറ്റ് നല്ല രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ. അതിനുള്ള പ്രിപ്പറേഷൻ
നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.